നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെട്ടിനാട് ഞണ്ട് കറിയാണ്. ഒരു സാധാരണ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ചെറിയ ഞണ്ട് നന്നായി വൃത്തിയാക്കി കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം മസാലയ്ക്ക് ആവശ്യമായുള്ള മറ്റ് വിഭവങ്ങൾ തയ്യാറാക്കുന്നു. ഉള്ളി വളരെ ചെറുതായി അരിഞ്ഞതും അതുപോലെ തക്കാളിയും ചെറുതായി അരിഞ്ഞതും 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. 1 വെളുത്തുള്ളി, അതുപോലെ 1 കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഇതിന് പ്രധാനമായി മസാല തയ്യാറാക്കുന്നതിന് ആവശ്യം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. തുടർന്ന് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നേരിയ രീതിയിൽ അരിഞ്ഞിട്ടുള്ള 3 ഉള്ളി മുഴുവനും ആ വെളിച്ചെണ്ണയിലേക്ക്, ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അത് നന്നായി ഒന്ന് ഇളക്കുന്നു. ഇളക്കിയ ശേഷം അതിലേക്ക് വേവുന്നതിന് ആവശ്യമായി കുറച്ച് ഉപ്പ് വിതറുകയും തുടർന്ന് അത് അടച്ചു വെക്കുകയും ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പൊടിക്കൈയാണ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മറ്റ് ചേരുവകൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. തക്കാളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ ചേർക്കുന്നു. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയ ശേഷം അത് അടച്ചു വെച്ചതൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇതെല്ലാം ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി എന്നിവ ചേർക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, ഇതൊക്കെയാണ് ചേർക്കുന്നത്. ശേഷം നന്നായി ഇളക്കി ഇതിലെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച നമ്മുടെ ഇതിലെ പ്രധാന വില്ലനെ അങ്ങ് ചേർത്ത് കളയുന്നു. മറ്റാരുമല്ല, ഞണ്ടാണ്. നന്നായി വൃത്തിയാക്കി വെച്ച് റോസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച മസാലക്കൂട്ടോട് കൂടിയ ഞണ്ട് നമ്മുടെ ഈ തക്കാളി, ഉള്ളിയൊക്കെ ചേർത്ത മസാലയിലേക്ക് ഇട്ട ശേഷം ഒന്ന് നന്നായി ഇളക്കുക. തുടർന്ന് അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളമോ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല ഒന്ന് ചേർത്ത് വീണ്ടും ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് മസാല ഒന്ന് സെറ്റാക്കി എടുക്കുക. ഈ സമയം തൊട്ടടുത്ത അടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് നന്നായി ഇളക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക. കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുകയും നമ്മുടെ ഒരു 15 മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ഞണ്ട് വേവ് വന്ന് നല്ലൊരു മണം വന്നിട്ടുണ്ടാവും. ആ ഞണ്ടിലേക്ക് ഈ ആവശ്യത്തിന് ഈ മല്ലിപ്പൊടി മുഴുവനും അതിലേക്ക് തന്നെ ചേർക്കുക. 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് മുഴുവനായും ആ ഞണ്ട് കറിയിലേക്ക് അങ്ങ് ചേർക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞണ്ട് കറിയുടെ കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മല്ലിപ്പൊടി ഞണ്ട് കറിയുടെ എല്ലാ ഭാഗത്തും ഒന്നെത്താൻ വേണ്ടിയിട്ടാണ്. ചൂടോടുകൂടി തിളക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല, അതുപോലെ നല്ല കറിവേപ്പില ചപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. വീണ്ടും ഇളക്കിയ ശേഷം അത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ സമയം നമുക്കിതിലെ മറ്റൊരു പ്രധാന ചേരുവ, അല്ലെങ്കിൽ രുചികളുടെ കൂട്ടിൻ്റെ ഒരു പ്രധാന ചേരുവ നമ്മൾ ചേർക്കാൻ പോവുകയാണ്. മറ്റൊന്നും തന്നെയല്ല, ഒരു തേങ്ങയുടെ പകുതി എടുത്ത് നന്നായി ചിരവിയ ശേഷം അത് മറ്റൊന്നുമല്ല, തേങ്ങാപ്പാലാക്കുന്നതിന് വേണ്ടിയാണ്. തേങ്ങാപ്പാൽ ആക്കി എടുക്കുക. ആ കിട്ടുന്ന തേങ്ങാപ്പാൽ നമ്മുടെ ഈ ഞണ്ടിൻ്റെ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഒഴിക്കുന്നതാണ്. അതുകൂടി ഒഴിച്ചു വരുമ്പോൾ ഞണ്ട് കറി ഒരു ഗംഭീര മണത്തോടു കൂടി ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക തന്നെ വേണം. തേങ്ങാപ്പാൽ ഒഴിച്ച ഞണ്ടിൻ്റെ കൂട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായി തിളപ്പിക്കുവാൻ വേണ്ടി വയ്ക്കുക.
നന്നായി തീ കത്തിക്കോട്ടെ. എല്ലാവരും കരുതുന്നുണ്ടാവുമല്ലേ എന്തായി 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ. അത് അതിൻ്റെ ഒരു വേവ് പരിവമാണ്. നല്ല മണം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഓടി വരും. ആ ഒരു മണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിലേക്ക് കുറച്ചുകൂടി ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അത് ആ തേങ്ങാപ്പാലിനും കൂടി ആ ഒരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അടച്ച് വെക്കുക. അതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മല്ലിച്ചപ്പ് ആദ്യമൊന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മല്ലിച്ചപ്പും കൂടി ഒന്ന് ചേർക്കുക. മല്ലിച്ചപ്പ് ചേർത്താൽ ഒരു പ്രത്യേക രുചിയാണ്. അത് മല്ലിച്ചപ്പും ചേർത്ത് കുറച്ചുകൂടി രുചി കിട്ടുന്നതിന് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടാലും മതി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കറുത്ത സുന്ദരി ഉണ്ടല്ലേ, കുരുമുളക്, അതും കൂടി നന്നായി ചേർത്ത ശേഷം ഒന്ന് ഇളക്കുക. ഇതാ നമ്മുടെ ഗംഭീര ചെട്ടിനാട് ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ആർക്കും വായിൽ കൊതിയൂറും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ.